നമസ്കാരം ഗൈസ്. അപ്പോൾ ചുച്ചുമോള് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ചുച്ചുമോള് പോകുന്നത് ഞങ്ങളുടെ അമ്പലത്തിലേക്കാണ്. ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ എന്താ നടക്കുന്നതെന്ന് എല്ലാവർക്കും ഒരാകാംക്ഷ ഉണ്ടാവുമല്ലേ? പറയാട്ടോ. ഇത് കർക്കിടക മാസമല്ലേ? അപ്പോൾ കർക്കിടക മാസത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഈ അമ്പലത്തിൽ വെച്ച് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്ന് മരുന്ന് കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. അതായത് കർക്കിടക കഞ്ഞി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഇന്ന്. അപ്പോൾ ഇപ്രാവശ്യം കർക്കിടക കഞ്ഞി വെക്കുന്നത് ഇന്നാട്ടോ തീരുമാനിച്ച്. അതിന് മുൻകൈ എടുക്കുന്നത് ഞങ്ങളുടെ ഈ അമ്പലത്തിൻ്റെ മാതൃസംഘം ഗ്രൂപ്പ് അംഗങ്ങളാട്ടോ. അപ്പോൾ അത് വയ്ക്കാനുള്ള ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു 1:30 ആയപ്പോഴേക്കും തുടങ്ങിയിട്ട് വന്നല്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീരുള്ളൂല്ലോ. പിന്നെ ക്ലൈമറ്റൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങുന്നതാണ് ഈ കാണുന്നത്. മാതൃസംഘ അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. അതാണ്ട് ഇത് ഒരു വൻപയറൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഉപ്പേരി ഉണ്ടാക്കണം. കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള കായയും വൻപയറും ഉപ്പേരി. അതിന് വേണ്ടിയിട്ടത് കായയും പയറും അരിഞ്ഞത് കാണിച്ചത്. ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ സെക്രട്ടറി ഞങ്ങളുടെ കുഞ്ഞുമാവനാണ്. അപ്പോൾ അത് പച്ചില മരുന്നുകളൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ള അതിലാണ് നമ്മൾ ഈ കഞ്ഞിക്കുള്ള അരിയൊക്കെ വേവിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായ ഗൈസ്? ആശാളി എന്ന് പറയും. അത് പച്ചില മരുന്നിൻ്റെ ഒരു ഇത് ഈ കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കൂട്ടിൻ്റെ ഒരു പ്രധാന ഒരു ഇതാണ് ആശാളി. അപ്പോൾ അതേ സുധാൻ്റെ ആ പച്ചിലകളൊക്കെ മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ ജ്യൂസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു കോപ്പറേഷനാണ് ഇവിടെയുള്ള ഈ ഗ്രൂപ്പ് അംഗങ്ങൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ജ്യൂസ് പച്ചിലകളുടെ ഇവിടെ അമ്പലപ്പറമ്പിൽ നിന്നൊക്കെ തന്നെയാണ് ഞങ്ങളിത് കളക്ട് ചെയ്തത് കേട്ടോ. ഈ പച്ചിലകൾ മരുന്ന് ചെടികളൊക്കെ. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് അത് അരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അരിച്ച് വീണ്ടും ഒരു പാത്രത്തിലേക്കാക്കി അങ്ങനെ അരിച്ചതാണ് ഒഴിക്കണം. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനുള്ള വെളുത്തുള്ളിയൊക്കെ നാങ്ങളുടെ സുധാൻ്റി, സീമാൻ്റി എല്ലാവരും ആൻറ്റിമാരാട്ടോ. ഞങ്ങൾ ഇത് മഞ്ജു ആൻറ്റി. പുള്ളിക്കാരി അരി കഴുകുകയാണ്. കഞ്ഞി വയ്ക്കാനുള്ള അരി കഴുകണോ. അരി നെല്ല് കുത്തിച്ചെടുത്ത അരിയാണ്. പച്ചരി നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്ന അരിയല്ല, നെല്ല് കുത്തിച്ചെടുത്ത അരി. അശ്വതിയൊക്കെ ഇവിടെ വെളുത്തുള്ളി നന്നാക്കണതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ മുന്നേറുന്നതാണ് കുമാരി ആൻറ്റി. അപ്പോൾ അരി സ്പോൺസർ ചെയ്തത് കുമാരി ആൻറ്റി കേട്ടോ. കുമാരിയാണ് ഇവിടെ ഈ തറവാട്ടിലെ ഏറ്റവും മൂത്ത മരുമകൾ. അപ്പോൾ പുള്ളിക്കാരിയാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ചിട്ടില്ല കേട്ടോ. വെള്ളം തിളച്ച് വരുന്നതിന് വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ജു ആൻറ്റി അരി കഴുകുന്നുണ്ട്. അപ്പോൾ ഇത് സ്പോൺസർ ചെയ്ത ആളുടെ പാടത്ത് തന്നെ ഉണ്ടായ നെല്ലാണ്. അപ്പോൾ ആൻറ്റി എന്താണ് പിന്നെ വെള്ളം എടുക്കാം കേട്ടോ. വെള്ളം അതിൽ കൂടിപ്പോയി. അപ്പോൾ എല്ലാവർക്കും കൂടി കുടിക്കാനായിട്ട് കുറച്ച് കാപ്പി എടുക്കാനായിട്ട് അതിന് വെള്ളം എടുത്തു. അപ്പോൾ അത് ആ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ സീമാൻ്റെ അതിലേക്ക് ഉലുവ തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ കുരവയൊക്കെ ഇട്ട് അത് ആഘോഷിക്കുന്നുണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്തല്ലോ, ഭഗവാനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് വെള്ളത്തിലേക്ക് ഉലുവ. ഞങ്ങൾ 5 കിലോ അരിക്കുള്ള കഞ്ഞിയാണ് വെച്ചത്. അപ്പോഴത്തേക്കും 5 കിലോ അരിക്ക് 1 കിലോ ഉലുവ വേണമായിരുന്നു. അങ്ങനെ 1 കിലോ ഉലുവ മേടിച്ച് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അതാണ് ആദ്യം ഇട്ടത്. ഉലുവ അങ്ങനെ വെള്ളത്തിലിട്ട് അതവിടെ കിടന്നൊന്ന് വേകണം. അത് വേകുമ്പോഴത്തേക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കും. അപ്പോൾ ഞാൻ തന്നെ കേട്ടോ അത് തേങ്ങ ചിരണ്ടാണ്. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കണമല്ലോ കഞ്ഞിയിൽ. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടാണോ. പിന്നെ ഇത് സുധാൻ്റെയും തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ചിരവയിൽ 2 പേര്. അപ്പോൾ വേഗമാവുമല്ലോ ചിരണ്ടിയാൽ. അപ്പോൾ സുഖിച്ചേട്ടൻ എന്താ അപ്പോൾ കുറച്ച് മ്യൂസിക് കേൾക്കാമെന്നുള്ള ഇതിൽ സുഖിച്ചേട്ടൻ മ്യൂസിക്കൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ആ വെള്ളം തിളച്ച് കഴിഞ്ഞ് ആ ഉലുവയിട്ട് അത് വെന്ത് വരുമ്പോൾ ഈ പച്ചില മരുന്നുകളുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് അരിച്ച് ഒഴിക്കണം. പിന്നീടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വേകേണ്ടത് ഈ പച്ചില മരുന്നുകളുടെ ഈ കൂട്ടിലാണ് വേകേണ്ടത് അതാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ അതും തിളച്ച് മിനി ആൻറ്റി വന്നു. മിനി ആൻറ്റി അരി ഇടുകയാണ്. എല്ലാവരും കുരവയൊക്കെ ഇട്ട് കുരവയിട്ട് ആർപ്പയൊക്കെ വിളിച്ച് ഇതാണ്ടേ സുധാൻ്റെ ആർപ്പ വിളിക്കുന്നുണ്ട്. കുരവയിട്ടുണ്ട്. കുമാരി ആൻറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പഴയ ആൾക്കാർക്ക് അവരുടെ ആ ചടങ്ങുകളും ചിട്ടകളൊക്കെ അവർക്കറിയാമല്ലോ. അപ്പോൾ ഒരു കുഞ്ഞ് സെലിബ്രേഷനാണല്ലോ. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാടുകളിലൊക്കെ ഉണ്ടോ ഇങ്ങനെയുള്ള സെലിബ്രേഷൻസൊക്കെ?
അതാണ്ട് ഇത് നോക്കിയാൽ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് സീമാൻ്റെയും സുധാൻ്റെയും കൂടെ പ്ലാവിൽ മേടിച്ചിട്ടുണ്ടെന്ന് അവിടെ പറമ്പിൽ നിന്ന് പ്ലാവിലെടുത്തിട്ട് അതിങ്ങനെ കുത്തി സ്പൂണാക്കി വെച്ചു. അപ്പോൾ എല്ലാവർക്കും സൗകര്യമായല്ലോ കോരി കുടിക്കാൻ. പിന്നെ പ്ലേറ്റുകൾ അമ്പലത്തിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ താലത്തിന് ഇടുന്ന പ്ലേറ്റുകളാണ് ആൻറ്റിമാർ. അപ്പോൾ അതാണ്ട് കഞ്ഞിയൊക്കെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളി കുരുകുരാന്നിങ്ങനെ അരിഞ്ഞെടുക്കാണ്ട് ജിനിതാൻ്റെയും അശ്വതിയും കൂടെ. അതെന്തിനാന്ന് വെച്ചാൽ ഈ കഞ്ഞി റെഡിയായി കഴിയുമ്പോൾ ഈ ഉള്ളി നെയ്യിൽ അങ്ങനെ താളിച്ച് ഒഴിക്കണം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ അപ്പൂസ് കുഞ്ഞിപ്പൂസ് എവിടെ പോകണാവോ. അപ്പോൾ അതാണ്ട് പ്രിപ്പറേഷൻസൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ്. എല്ലാവരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സുധാൻ്റെ ഇരിക്കുന്നുണ്ട്. സുധാൻ്റെക്ക് തീരെ വയ്യാട്ടോ, അത് കാരണമാണ് റെസ്റ്റ് എടുക്കുന്നത്. ശ്രീകുമാറേട്ടൻ ഗ്യാസൊക്കെ കത്തിച്ച് കലത്തിൽ എന്തോ വയ്ക്കുന്നുണ്ട്. എന്താണെന്നല്ലേ, അതായത് ഒരു ഉപ്പേരി ഉണ്ടാക്കണം. കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു ഉപ്പേരിയും ചമ്മന്തിയാണ്. അപ്പോൾ ഉപ്പേരിക്കുള്ള കായും പേരൊക്കെ വെച്ചത് കേട്ടോ അടുപ്പത്ത്. ഇതെന്താ വെച്ചാൽ ആശാളി കുതിർത്താനിട്ടത് ആ സമയപ്പോൾ കഞ്ഞിയിലേക്ക് ആഡ് ചെയ്താണ് ആശാളി. അപ്പോൾ അതേ അപ്പൂസ് മഞ്ഞൾപ്പൊടി ഒക്കെ കൊണ്ട് വരുന്നുണ്ട്. ചാടി ഓടി അതാണ് ചിരിച്ച് മറിഞ്ഞാണ് വരുന്നത്. അവനും ആഘോഷിക്കുകയാണ് ഇത് അങ്ങനെ. അപ്പോൾ അതേ സുചിത്രാൻ്റി വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടുത്തെ ആൻറ്റിമാരാണ് ഞങ്ങളുടെ. അതാണ്ട് മുളക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് മൂപ്പിക്കാൻ മുളക് കൃഷിയാണ് ജിരിതാൻ്റി. ഇതെന്താ കാണിക്കുന്ന ഇവർ തേങ്ങാപ്പാൽ ഉണ്ടാക്കുക കേട്ടോ. തേങ്ങാപ്പാൽ പിഴിയണം. ശ്രീകുമാരേട്ടനുണ്ട്, മിനിയാൻ്റി ഉണ്ട്, സുചേച്ചി ചേച്ചിയുണ്ട്. ഇത് ജീരകം അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിക്കും. അപ്പോൾ ഷൈബി ചേട്ടൻ എന്താ അടി പിടിക്കാതെ നോക്കണമല്ലോ നമ്മൾ. അത്രയ്ക്ക് തീ അടി കൂടെ നല്ല വിറക് എത്തിച്ച തീയാണല്ലോ. അപ്പോൾ അടി പിടിക്കാൻ നോക്കാനായിട്ട് എപ്പോഴും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ആരെങ്കിലുമൊക്കെ ആയിട്ട് മാറി മാറി ഇളക്കും. ഇത് സൂചിച്ചേട്ടനുണ്ട്, ഷൈബി ചേട്ടനുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇപ്പോൾ സീമാൻ്റി ചേർത്തുകൊണ്ടിരിക്കുന്നത്. അതായത് പച്ചിലകളുടെ പൊടി, അതിൻ്റെ ആ പച്ചിലക്കൂട്ടുകളുടെ പൊടി അത് വാങ്ങാൻ കിട്ടുന്ന കേട്ടോ. അങ്ങാടി മരുന്നൊക്കെ വിൽക്കണ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് അത് ആഡ് ചെയ്യാണ്. അത് ആഡ് ചെയ്യുന്നതോറും ഷൈബി ചേട്ടൻ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കാരണം അടി പിടിക്കും. എന്തോ ഓർത്ത് ഷെൽട്ടൻ ഓർത്താണ് തോന്നണു. അശ്വതി ഇതാണ്ടേ ഓർത്തിരിക്കേണ്ടത്. ഇത് അപ്പോഴത്തേക്കും ആകെ ഇരുട്ട് കൂടി, കാറ്റും തകയുടെ ക്ലൈമറ്റ് ആകെ ചേഞ്ചായി. അപ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാക്കുന്ന ഇത് അവിടെ മഴ പെയ്താൽ പോവില്ലേ. അതുകൊണ്ട് കുഞ്ഞുമാവൻ ഷീറ്റ് കെട്ടാനായിട്ട് കയറൊക്കെ ഊരി മാറ്റുന്നുണ്ട്. അതിൻ്റെ പ്ലാവിലെ സ്പൂണൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് മഴ പെയ്യുമ്പോഴത്തേക്കും ഷീറ്റ് കെട്ടണമല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ വെള്ളത്തിലാവും. നമ്മുടെ പ്രിപ്പറേഷൻസൊക്കെ ക്യാൻസലാക്കേണ്ടി വരും. അതുകൊണ്ട് ഷീറ്റൊക്കെ കെട്ടി സേഫാക്കി അതിനുശേഷം ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ്ട് തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്തു. വെന്തിട്ടുണ്ട് കേട്ടോ, ഏകദേശം അത് വെന്തിട്ടുണ്ട്. സോ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ അരിഞ്ഞെടുത്ത ചുവന്നുള്ളി നെയ്യിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നെയ്യിൽ മൂപ്പിക്കുകയാണ്. നെയ്യിൽ കുറച്ച് അധികം നെയ്യ് ചേർക്കേണ്ട. നെയ്യിൽ കുത്ത് വന്നാൽ പലർക്കും ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ദാണ്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ അത് കഞ്ഞിയിലേക്ക് ആഡ് ചെയ്ത് ഒഴിക്കുക കേട്ടോ. കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി കഞ്ഞിയായിരുന്നു. സൂപ്പർ കഞ്ഞിയായിരുന്നു. അധികം കയ്പില്ല, അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോഴത്തേക്കും തേങ്ങാപ്പാലൊക്കെ ആവശ്യത്തിന് എല്ലാ ചേരുവകളും കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ ചേർന്നൊരു കഞ്ഞിയായിരുന്നു കേട്ടോ. അടിപൊളി കഞ്ഞിയായിരുന്നു. അങ്ങനെ ഇതാണ്ടേ കഞ്ഞിയൊക്കെ വെന്തു. എല്ലാവരും കൂടെ ചേർന്ന് അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. വാങ്ങി അങ്ങോട്ട് കുറച്ച് നീക്കി വെച്ചു കേട്ടോ. ഷീറ്റിൻ്റെ അടിയിലേക്ക് മഴയൊന്നും കൊള്ളാതെ നീക്കി സേഫായിട്ട് വെച്ചു. പിന്നീട് അത് ഇലയൊക്കെ ഇട്ട് മൂടി. അടുത്തത് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വീണ്ടും അവർ ആർപ്പ് വിളിക്കുകയാണ്. അവർ ആഘോഷിക്കുകയാണ്. ദേ ആർ സെലിബ്രേറ്റിംഗ്. അങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇവിടെ എല്ലാവരും ഭയങ്കര കോപ്പറേഷനാണ്. ആൻറ്റിമാരും അമ്മാവന്മാരും നെയ്ബേഴ്സ് എല്ലാവരും. അങ്ങനെ തൻ്റെ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് സുചിത്ര ആൻറ്റിയാണ് ഞങ്ങളുടെ മാസ്റ്റർ ഷെഫ്. അപ്പോൾ മാസ്റ്റർ ഷെഫ് തന്നെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകം പറഞ്ഞിരുന്നു ഉപ്പേരി ആൻറ്റി തന്നെ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ആൻറ്റി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചതിട്ട് പിന്നെ കുറേ വേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ കായം പയറും വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പ് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാൽ കളർ ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് ശേഷം എന്താ മിനി ആൻറ്റി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഉണ്ടല്ലോ,
നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ ഒലത്തുന്നൊക്കെ ചിലയിടത്ത് പറയും, ചിലയിടത്ത് മെഴുക്ക് പുരട്ടി, ചിലയിടത്ത് ഉപ്പേരി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട്, വൻപയർ വേവിച്ചപ്പോൾ ഉപ്പിട്ടുണ്ടായില്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് അത് സെറ്റാക്കുകയാണ്. അതിന് ശേഷം നേരത്തെ കലത്തിൽ വേവിച്ച് വെച്ചിരുന്ന കായ, ഏത്തക്ക കേട്ടോ, ചെറുകായ അല്ല ഏത്തക്ക, അതും കൂടി ഇട്ട് അണ്ടേ ഇളക്കി. മിനി ആൻറ്റീനോട് ഉപ്പെല്ലാം അടുത്ത് ആയോ എന്ന് നോക്കാൻ പറഞ്ഞു. മിനി ആൻറ്റി ഉപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് പോരായി ഉണ്ടായിരുന്നു പറഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി ഉപ്പിട്ട് അത് സെറ്റാക്കിയായിരുന്നു കേട്ടോ. അതിന് ശേഷം എന്താ സൂചിച്ചേട്ടനും ശ്രീമാറേട്ടനും കൂടെ അത് വാങ്ങി വെച്ചു. അപ്പോൾ അതും സെറ്റായി. അതിനിടയിൽ ചമ്മന്തി അരച്ചിട്ട്, ഒരു തേങ്ങ ചമ്മന്തി അരച്ചായിരുന്നു മിനി ആൻറ്റിയും സുജയ ചേച്ചി. ഇതെന്താണെന്ന് മനസ്സിലായി ഗൈസ്. സാധാരണ എല്ലാവരും ഒറ്റ പ്ലാവിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു അത്ഭുതമായി. അതൊരു ഇരട്ടപ്ലാവിലാണ്, അതായത് 2 പ്ലാവിലയും കൂടി ചേർന്നിരിക്കുന്നു. എന്തായാലും അതൊരു അത്ഭുതമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. അതാണ്ട് ഇതിപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ റെഡിയായി. സമയമൊക്കെ 7 മണി, കറക്റ്റ് 7:15 ആയപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നത് സെർവ് ചെയ്യാനായിട്ട് പോവാണ്. അതാണ്ട് ഉപ്പേരി, ചമ്മന്തി, കഞ്ഞിയൊക്കെ റെഡിയായി. അപ്പോൾ സെർവ് ചെയ്യാനായിട്ട് അതാണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു കൃത്യം 7 മണിക്ക് ഇത് സെർവ് ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ എല്ലാവരും, നെയ്ബേഴ്സും നമ്മുടെ അവിടെയുള്ള എല്ലാവരും വന്നിരുന്നു. നമ്മുടെ മാതൃസംഘ അംഗങ്ങൾ ഗ്രൂപ്പിലെല്ലാവരും ഉണ്ടായിരുന്നു. പ്രദീപേട്ടന് ഇതാ കഞ്ഞി വിളമ്പി അത് ഇനാഗ്രേറ്റ് ചെയ്യാണ്. അക്കൂസ് എല്ലാവരും തന്നെയുണ്ട്. അവിടെ ഇരുട്ടായിരുന്നു കേട്ടോ, ആരും കാണാത്തത്. അപ്പോൾ എല്ലാവരും തന്നെ വന്നിരുന്നു. എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. നല്ല ഭംഗിയായി ഞങ്ങൾക്കിത് ആഘോഷിക്കാനും കൊണ്ടാടാനും പറ്റി. പ്രത്യേകിച്ച് ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരും സന്തോഷത്തോടെ നന്നായിട്ട് സഹകരിച്ചു. അതുകൊണ്ട് കുമാരി ആൻറ്റി എല്ലാവരും അവിടെ വെച്ച് തന്നെ കഴിച്ചു. ഒരുപാട് കഞ്ഞി ഉണ്ടായിരുന്നു, ഞങ്ങൾ വിചാരിച്ചാലും നന്നായിട്ടിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടുത്തെ പ്ലേറ്റിൽ അവിടെ തന്നെ വെച്ച് കഴിച്ചു. പിന്നെ ആവശ്യമുള്ളവർ വീട്ടിലേക്കും കൊണ്ടുപോയി.